ഒരു നോർമൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നോ അതേപോലെ ഇവിടെ കട്ട് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ ഞാൻ ഒരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ഒരു സൈഡ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് അതൊരു ബോക്സായിട്ട്, അതായത് നോർമൽ സ്ലീവ് എങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്നു അതേപോലെ ആദ്യമേ ഒരു ബോക്സായിട്ട് എടുക്കുക. അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഞാൻ അകത്തോട്ട് എടുത്തിട്ട് മുകളിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം എനിക്ക് 8 ഇഞ്ചാണ്, അതനുസരിച്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പഫ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ മുകളിലോട്ട് ഇവിടെ നമ്മൾ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് മുകളിലോട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ എടുത്ത ലൈനുകൾ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടത് 8 ഇഞ്ച് ആയതുകൊണ്ട് സെൻറ്റർ പോയിൻ്റ് 4 ഇഞ്ച് വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 4 ഇഞ്ചിനെ വീണ്ടും ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുന്നു. 2 ഇഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു. അങ്ങനെ 3 പോയിൻ്റ് ഇപ്പം നമുക്കവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഫസ്റ്റിലെ നമ്മൾ ചെയ്യുന്നത് മുകളിൽ നിന്ന് വരയ്ക്കുമ്പോൾ ആ പോയിൻ്റ് അകത്തിട്ടിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഈ രണ്ടാമത് വരുന്ന പോയിൻ്റ് വെളിയിലിട്ട് വേണം വരയ്ക്കാൻ. അതേപോലെ ഇവിടെ ആ സെൻറ്റർ പോയിൻ്റ് വെച്ച് മുകളിലോട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത ക്ലോത്തിൽ അതേപോലെ വരച്ച് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ട് ടച്ച് ചെയ്യുകയാണ്. ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ കൈവണ്ണം എത്രയാണോ അത്രയും അളന്ന് മാറ്റുക. പിന്നെ തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടുന്നത് അതും കൂടെ വെച്ച് വേണം നമ്മൾ 2 ലൈൻ വരച്ച് ആണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതിൻ്റെ നോർമൽ സ്ലീവിൻ്റെ ലെങ്തും പിന്നെ എക്സ്ട്രാ വരുന്ന 5 ഇഞ്ച് എടുത്തതും കൂടാണ് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നോർമൽ സ്ലീവായിട്ടല്ല, അതിന് മുകളിൽ വരുന്ന എക്സ്ട്രാ വരുന്ന ക്ലോത്തും കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്ലീവിന് ഒരു പ്രത്യേക ഷേപ്പാണ് കിട്ടുന്നത്. ഇനി ഇവിടെ വെച്ച് നമ്മളൊരു ചെറിയ നോച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മുകളിലോട്ടുള്ള ഭാഗത്താണ് ആ ചുളുക്കുകളിട്ട് നമ്മൾ തയ്ക്കുന്നത്. എത്രത്തോളം പഫ് വേണോ അവിടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതേപോലെ നമുക്ക് അളവ് എവിടേക്കാണോ അവിടെ എല്ലാം ചെറിയ നോച്ച് കൊടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അളവുകൾ മാറാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ലീവ് ൻ്റെ ക്ലോത്ത് നിവർത്തിയിടുമ്പോൾ ഇതേ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ചുളുക്കുകൾ ഇടുകയാണ് ആദ്യം ചെയ്യുന്നത്. മുകളിൽ നമ്മൾ എക്സ്ട്രാ എടുത്ത ആ പോർഷനിൽ നമ്മൾ ഇതേപോലെ ചുളുക്കുകളിട്ട് തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പഫ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇതേപോലെ സ്ലീവിൻ്റെ മറ്റേ അറ്റവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി ഇതിനെ നിവർത്തിയിട്ടൊന്ന് നോക്കുക. നമുക്ക് നന്നായി പഫി ആയിട്ടുള്ളൊരു സ്ലീവാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പഫ് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ 10 ഇഞ്ച് 15 ഇഞ്ചൊക്കെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഫ് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ 5 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.